ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശമടങ്ങുന്ന ബില്ല് കേന്ദ്ര സർക്കാർ ചൊവ്വാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞയാഴ്ച ഈ ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. തുടർന്നാണ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഹ്വാൾ കരട് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഈ വിഷയം പഠിക്കാൻ നിയമിതയായ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രാഷ്ട്രത്തിന്റെ എല്ലാ തലങ്ങളിലും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താൻ ശുപാർശ ചെയ്തു. ഓരോ വർഷവും ഇടയ്ക്കിടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സമ്പദ് വ്യവസ്ഥയെയും രാഷ്ട്രീയത്തെയും സമൂഹത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് സമിതി വാദിച്ചു. ഇത് പരിഹരിക്കാൻ ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സമിതി നിർദ്ദേശിക്കുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും തിരഞ്ഞെടുപ്പ് തീയതികൾ ഒരുമിച്ചാക്കും. തുടർന്ന് മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ഇവയുമായി സമന്വയിപ്പിക്കും. ഒരു പൊതു തിരഞ്ഞെടുപ്പിനെ തുടർന്ന് തുടർച്ചയായ സമന്വയം ഉറപ്പാക്കിക്കൊണ്ട് ലോക്സഭ സമ്മേളിക്കുന്ന തീയതി നിയുക്ത തീയതി ആയി പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രപതി ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കും. പുതുതായി രൂപീകരിക്കുന്ന സംസ്ഥാന അസംബ്ലികളുടെ കാലാവധി അടുത്ത ദേശീയ പൊതു തിരഞ്ഞെടുപ്പിന്റെ തീയതിയിലേക്ക് ചുരുക്കും. തൂക്കുസഭയോ അവിശ്വാസ പ്രമേയമോ ഉണ്ടായാൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തും. എന്നാൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സഭയുടെ കാലാവധി അടുത്ത പൊതു തിരഞ്ഞെടുപ്പ് വരെ മാത്രമേ നീണ്ടു നിൽക്കൂ. തൂക്കുസഭ വരികയോ അവിശ്വാസ പ്രമേയം പാസ്സാവുകയോ ചെയ്താൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭ മുമ്പത്തെ കാലയളവിലെ ശേഷിക്കുന്ന കാലയളവ് വഹിക്കും. അതേസമയം തന്നെ നേരത്തെ പിരിച്ചുവിട്ടില്ലെങ്കിൽ ആദ്യ ലോക്സഭയുടെ കാലാവധി തീരുന്നതുവരെ സംസ്ഥാന അസംബ്ലികൾ തുടരും. ഈ പരിഷ്കാരങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും വിജയകരമായ നടത്തിപ്പിനും മേൽനോട്ടം വഹിക്കുന്നതിനുമായി ഒരു നിർവാഹക സമിതിയുടെ രൂപീകരണവും കോവിന്ദ് കമ്മിറ്റി ശുപാർശ ചെയ്തു. പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആർട്ടിക്കിൾ 324A ആയി ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും ഒരു ഏകീകൃത വോട്ടർ പട്ടികയും ഫോട്ടോ ID കാർഡും സൃഷ്ടിക്കുന്നതിന് ആർട്ടിക്കിൾ 325 ഭേദഗതി വരുത്താനും കമ്മിറ്റി നിർദ്ദേശിച്ചു.